വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ ചെറിയ സോളാർ സെറ്റപ്പാണ്. അപ്പോൾ ഇത് വാരിയുടെ 2 പാനലാണ്. വാരിയുടെ 360 വാട്ട് 2 പാനലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഇൻവെർട്ടറിൽ, അതായത് സോളാർ ഇൻവെർട്ടർ യൂറ്റിലിൻ്റെ ഗാമ പ്ലസ് ലിയോൺ 1200 സീരീസിൽ നമുക്ക് 1000 വാട്ട് പാനൽ വരെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സീരീസ് കണക്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. കുറച്ച് ചാർജ് ആകുന്നതിന് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു പാനൽ ഒരേ റേറ്റിൽ ആദ്യം 360 വാട്ട് പാനൽ വാങ്ങിച്ചുകൊണ്ട് ഒരേ റേറ്റിലുള്ള ഒരു പാനൽ കൂടി വാങ്ങിച്ച് ചേർത്തു. ഇത് സീരീസ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സീരീസ് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പാനലിൽ നിന്നുള്ള ആംബിയർ, അതുപോലെ തന്നെ 2 പാനലിൽ നിന്നുള്ള വോൾട്ടേജ് കൂടുതലായിരിക്കും. 2 പാനലിലുള്ള വോൾട്ടേജ് സെയിം വോൾട്ടേജ് ആയിരിക്കും. 360 ഇപ്പോൾ ഏകദേശം 700 അങ്ങനെ വോൾട്ടേജ് കൂടി വരും. 360 വോൾട്ടേജ് കൂടി വരികയും ആംബിയർ ഒരു പാനലിൽ നിന്നുള്ള ആംബിയർ ആയിരിക്കും. പിന്നെ നമുക്കിത് 1000 വാട്ട് പാനൽ വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പഴയ പൈപ്പൊക്കെ ഇവിടെ കിടന്ന തുണ്ട് പൈപ്പുകളൊക്കെയാണ് ഇതിൽ വെൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കേബിൾ എന്ന് പറഞ്ഞാൽ DC കേബിളാണ്. 6mm DC കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ പാനലിൻ്റെ വില എന്ന് പറയുന്നത്, ഒരു പാനലിൻ്റെ വില എന്ന് പറഞ്ഞാൽ 5000 രൂപയോളം വരും. അങ്ങനെയുള്ള 2 പാനലാണ് വാങ്ങിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് യൂറ്റലിൻ്റെ ഗാമ പ്ലസ് ലിയോൺ 1200 സീരീസിൻ്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വരുന്ന ഒരു മോഡലാണ് വാങ്ങിച്ച് ഞാൻ കൊടുത്തിരിക്കുന്നത്. നല്ല പ്രൊഡക്ഷനും അതുപോലെ നല്ല ബാക്കപ്പും കിട്ടുന്ന ഒരു മോഡലാണ്. ഏകദേശമുള്ള നമുക്കൊരു നോർമൽ വീട്ടിന് ആവശ്യമുള്ള ബാക്കപ്പ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ താഴെ എൻ്റെ ഇൻവെർട്ടറിൻ്റെ സെറ്റപ്പും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു DC MCB ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാനും പാനലിൻ്റെ കണക്ഷൻ വെച്ചിരിക്കുന്നതിന് വേണ്ടിയുള്ള കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇത് ഗാമ പ്ലസ് 1200 സീരീസിൻ്റെ മോഡലാണ് വരുന്നത്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് ബാറ്ററിയുടെ പഴയ ബാറ്ററി ലെഡ് ആസിഡ് പോലെ ബാറ്ററിയിൽ വെള്ളം ഒഴിക്കണമെന്നുള്ള അങ്ങനൊരു പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേൽ ചാർജ് ആവുന്ന ലെഡ് ആസിഡ് ബാറ്ററിയിൽ ചാർജ് ആവുന്ന സ്മെല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് വരുന്നില്ല. പിന്നെ ഈ സൈഡിൽ കൊടുത്തിരുന്ന MCB എന്ന് പറയുന്നത് ഇത് നമ്മളെ ഇതിൻ്റെ ബാറ്ററി ഓൺ ഓഫ് ചെയ്തതിനുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ വരുന്ന 2 ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് സിസ്റ്റം ചാർജ് ആവുന്ന സമയത്തും അതുപോലെ തന്നെ സിസ്റ്റത്തിൽ നിന്ന് ലോഡ് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്തും ഈ ഫാൻ രണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇതിപ്പം സോളാറിലും മെയിൻ ഇതിൽ പ്രസൻറ്റ് കാണിക്കുന്നത് കൊണ്ടാണ് ഒരു ഓറഞ്ച് കളർ വരുന്നത്. പല ടൈപ്പ് കളറുണ്ട്. അപ്പം മെയിൻ പോകുന്ന സമയത്ത് നല്ല കളർ, വേറെ കളർ വരുന്നുണ്ട്. പച്ചയും അങ്ങനെയുള്ള കളറൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കളർ ചേഞ്ചായി വരും. ഓരോ മോഡ് വരുന്ന സമയത്തും ഇതിൻ്റെ കളർ ചേഞ്ചായി വരും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും. ഈ മോഡിൽ കാണുന്ന IT മോഡാണ്. IT മോഡ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻവെർട്ടറിലോട്ട് മാറുന്നതിന് വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. തൊട്ട് താഴെ വരുന്നത് ഗ്രിഡ് ചാർജാണ്. ഗ്രിഡ് ചാർജ് എനബിൾ ഡിസബിൾ ആണ്. അത് ഗ്രിഡ് ചാർജ് ഓഫ് ചെയ്താണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഡിൽ നിന്ന് ചാർജ് ആകും. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് വ്യത്യാസം വരും, കൂടും. അതുകൊണ്ട് നമുക്ക് സോളാറിൽ നിന്ന് മാത്രമേ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സോളാർ ഇല്ലെങ്കിൽ നമുക്കത് കൊടുക്കാം, അത് ഓൺ ചെയ്തിടാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് സോളാർ ഉള്ളതുകൊണ്ട്, പാനൽ ഉള്ളതുകൊണ്ട് നമ്മൾ അത് ഓഫ് ചെയ്തിട്ടേക്കാണ്. പിന്നെ വരുന്നത് ബൂസ്റ്റ് ചാർജാണ്. ബൂസ്റ്റ് ചാർജ് എനബിൾ ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് തൊട്ട് താഴെ വരുന്നത് വേറൊരു ഓപ്ഷനുണ്ട്. അതിൽ ജനറേറ്റർ മോഡാണ്. നമുക്ക് ജനറേറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 12% ലോഡാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബാറ്ററി വോൾട്ട് ഫുൾ വോൾട്ട് എന്ന് പറയുന്നത് 27.9 വോൾട്ട് ആവുന്ന സമയത്ത് ഇത് സോളാറിലോട്ട് മാറുകയും ലൈവായിട്ട് ഓടുകയും അതിനുശേഷം ലൈറ്റ് പോകുന്ന സമയത്ത്, ലൈറ്റിൽ വെളിച്ചം സോളാർ പോകുന്ന സമയത്ത്, വെയിൽ പോകുന്ന സമയത്ത്, വൈകുന്നേരം സമയത്ത് ഇത് ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്ത് നമ്മുടെ കൊടുത്തിരുന്ന ലോഡൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന എല്ലാം BLDC ഫാനാണ്. ഈ കാണുന്നത് എയർ വിൻഡോയാണ്. മാക്സിമം ഇത് നല്ല വിൻഡോയൊക്കെ വരുന്ന സ്ഥലത്ത്, നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്തുമാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ഇത് സിസ്റ്റം നല്ല തണുക്കാൻ സഹായിക്കും. അതിൻ്റെ തണുക്കുന്നതിന് വേണ്ടി കമ്പനി കൊടുത്തിട്ടുണ്ട്, ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള നല്ല കാറ്റ് നല്ല കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 12% ലോഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്.
ഏകദേശം വൈകുന്നേരം 62.2 വോൾട്ടാണ് ഇപ്പോൾ പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ സീരീസ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ്. പാനൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആംപിയർ കൂടുതൽ വരും, വോൾട്ടേജ് ഒരു പാനലിൽ നിന്നുള്ള വരും മാത്രമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്, ഈ ഇൻവെർട്ടറിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം 32,400 ഞാൻ വാങ്ങിച്ച സമയത്ത്. പിന്നെ അതുപോലെ തന്നെ എനിക്കിത് ആമസോണിൽ ബുക്ക് ചെയ്തതെങ്കിലും ബാരിയുടെ പാനലും ഇത് നമ്മുടെ ഈ ഇൻവെർട്ടറും എനിക്ക് കിട്ടിയത് ഡെലിവറി എന്നുള്ള ഒരു കൊറിയർ സർവീസ് വഴിയാണ്. ആമസോണിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റിനും 3-4 ദിവസത്തിന് മുമ്പ് തന്നെ എനിക്ക് ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡാമേജ് ഒന്നും സംഭവിച്ചില്ല, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സർവീസായിരുന്നു. പിന്നെ ഈ കാണുന്ന മുകളിൽ കാണുന്ന 2 ഫാനെന്ന് പറയുന്നത് സിസ്റ്റം തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിസ്റ്റം ബാറ്ററി ചാർജും സമയത്തും അതുപോലെ തന്നെ ലോഡ് എടുക്കുന്ന സമയത്തും അത് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ IT മോഡ്, അതുപോലെ തന്നെ ബൂസ്റ്റ് ചാർജ്, പിന്നെ ജനറേറ്റർ മോഡ്, അങ്ങനെ 4-5 മോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെയിൻ ഇതിൽ പ്രസൻറ്റ് ഉണ്ടാകുന്ന സമയത്തും അതുപോലെ സോളാറും ഉള്ള സമയത്ത് ഇതിന് ഒരു ഓറഞ്ച് കളർ, അങ്ങനെയുള്ള കളറൊക്കെ ഇതിൽ മാറി വരും. ഈ മെയിൻ പോകുന്ന സമയത്ത് ഇതൊരു പച്ച കളർ ആയൊക്കെ വരും. അങ്ങനെ പല ടൈപ്പ് കളറൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ 12% ലോഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരു TVയും ഒരു 3 ഫാനും ഓടുന്നുണ്ട്. എല്ലാ ഫാനുകളും BLDC ഫാനാണ്. BLDC ഫാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബാക്കപ്പ് കിട്ടും, ഇൻവെർട്ടർ നല്ല ബാക്കപ്പൊക്കെ കിട്ടുന്നതാണ്. പിന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് ഏകദേശം എൻ്റെ ഫാനുകൾ, ലൈറ്റുകൾ, ഇതെല്ലാം എനിക്ക് ആവശ്യം ഒരു 24%-25% ലോഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഏകദേശം ഒരു വെളുപ്പിനൊരു 3 മണി 4 മണി വരെ ഈ ഫാനുകൾ അതായത് 10-11 മണിക്ക് ശേഷം ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഓടുന്നത് ഒരു 4 BLDC ഫാനാണ് ഓടുന്നത്. ഇത് ഏകദേശം 4 മണി 3:30-4 മണി ആവുന്ന സമയത്ത് ഇത് മെയിനിലോട്ട് മാറത്തുള്ളൂ. അതുവരെ നമുക്ക് ഇതിൽ തന്നെ ഓടുന്നതാണ്. നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്. BLDC ഫാൻ ആയതുകൊണ്ട് തന്നെ നല്ല ബാക്കപ്പ് എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു വീട്ടാവശ്യത്തിന് വേണ്ട നല്ലൊരു ഇൻവെർട്ടറാണ് ഈ ഇൻവെർട്ടർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെർട്ടർ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇപ്പോൾ ഫാനുകളും TV യൊക്കെയാണ് ഓടുന്നത്. ഓക്കെ ഫ്രണ്ട്സ്.